കൊല്ലം തിരുമുല്ലവാരത്ത് അങ്കനവാടി കെട്ടിടത്തിലെ ഫാൻ പൊട്ടി വീണ് 3 വയസ്സുകാരന് തലയ്ക്ക് പരിക്കേറ്റു. ആദിദേവ് എന്ന വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ശോചനീയാവസ്ഥയിലുള്ള താൽക്കാലിക കെട്ടിടത്തിലാണ് അങ്കനവാടി പ്രവർത്തിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എപ്പോഴായിരുന്നു ഈ അപകടം? കുഞ്ഞിന് സാരമായ പരിക്ക് തന്നെയാണോ ഉള്ളത്? ദിവ്യ, ഇന്ന് രാവിലെ 10 മണി കഴിയുന്ന സമയത്തായിരുന്നു തിരുമുല്ലാവാരത്തിന് സമീപമുള്ള സർപ്പക്കുഴിയിലെ അംഗൻവാടിയിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഏകദേശം 3-4 കുട്ടികൾ മാത്രമാണുള്ളത്. ഇന്ന് 3 കുട്ടികളായിരുന്നു അവിടെ വന്നതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടികൾ, അതായത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ് ഈ ആദിദേവ് എന്ന് പറയുന്ന 3 വയസ്സുകാരനായിട്ടുള്ള കുട്ടി. അവിടെ വീട്ടിൽ കൊണ്ടുവരുന്നു. നിലവിളി കേട്ടുകൊണ്ടാണ് നാട്ടുകാരായിട്ടുള്ള തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് അവിടുത്തെ ടീച്ചർ ലീവിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആശയായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള നിലവിളി കേൾക്കി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഫാൻ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തുരുമ്പിച്ച് അങ്ങേയറ്റം പറ്റിയ അവസ്ഥയിലുള്ള ഒരു ഫാൻ അത് പൊട്ടി ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. മനസ്സിലാക്കാൻ അതിൻ്റെ ആ ഒരു ലീഫ് ഭാഗം തലയിൽ തട്ടിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഉടൻ തന്നെ ആ കുട്ടിയുടെ ബന്ധുക്കളും മറ്റുമുള്ളവരൊക്കെ അതിൻ്റെ അപ്പൂപ്പനൊക്കെ അടുത്തേക്ക് വരികയും അവിടെ നിന്ന് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയൊക്കെ അവിടെ ആശുപത്രിയിലേക്ക് എത്തി. തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തി സ്കാനിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തു. അതിൽ ചതവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ റിപ്പോർട്ട് ഇനിയാണ് ലഭിക്കേണ്ടത്. എന്തായാലും ആളുകൾ, അതായത് നാട്ടുകാർ, തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളും കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ പറയുന്നതാണ് അതിന്റെ ഒരു ശോചനീയാവസ്ഥ സംബന്ധിച്ച്. അതായത് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ പവിത്ര നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പവിത്ര, ഇത് ഇന്ന് രാവിലെയാണ് അപകടം എന്ന് പറയുന്നു. ഇപ്പോൾ കുഞ്ഞിനെങ്ങനെയുണ്ട്? കുട്ടികളെ ഇപ്പം ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് കാര്യമായി പ്രയാസമൊന്നുമില്ല. ക്ഷണിച്ചു വരുത്തിയ അപകടം എന്ന് തന്നെ പറയേണ്ടി വരില്ല. കാരണം ആ കെട്ടിടം തന്നെ നമുക്ക് കാണുമ്പോൾ അത് വളരെ ശോചനീയാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. ഈ ഫാൻ ആണെങ്കിൽ ഏറെ കാലപ്പഴക്കം ചെന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണോ അപകടത്തിന് കാരണമായത്? തീർച്ചയായും അങ്ങനെ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കെട്ടിടത്തിലെ അംഗനവാടി പ്രവർത്തനം മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ നടന്ന സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. വേറൊരു കെട്ടിടത്തിലേക്ക് മാറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആവശ്യകത നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നില്ലേ? ഒരു പരാതിയൊന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ അതൊന്നും അധികൃതരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലേ? അങ്ങനല്ല, അതിലെ ഫിറ്റ്നസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമ്മളെ അറിയിച്ചിട്ടില്ലാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. അവിടെ തന്നെ ഇനി വേറൊരു കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റി ആരംഭിക്കണമെന്നാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ, ടീച്ചർ അടക്കം, അംഗനവാടിയുടെ ടീച്ചർ അടക്കം അതിന്റെ റിപ്പോർട്ട് നൽകണമെന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോരായ്മ പറയുകയാണെങ്കിൽ, അത് ശ്രദ്ധയിൽ വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ച് നമുക്ക് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറി എന്തായാലും പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നാളെ തൊട്ട് എന്തായാലും അവിടെ നിലവില് അംഗനവാടി പ്രവർത്തിക്കേണ്ട എന്നാണ് പ്രാഥമികമായി നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ എത്ര കുട്ടികളുണ്ട് അംഗനവാടിയിൽ? അവിടെ 5 കുട്ടികൾ. ഇന്ന് 3 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കുട്ടിക്ക് മാത്രമല്ല ഇന്നിപ്പോൾ പരിക്കുണ്ടായിട്ടുള്ള മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കുട്ടിക്ക് സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുണ്ട്. കുട്ടിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ശരി, നന്ദി പവിത്ര പ്രതികരിച്ചതിന്. ലിജോയിലേക്ക്. ലിജോ, എന്തായാലും നേരത്തെ തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ അംഗനവാടി കെട്ടിടത്തെ കുറിച്ച് വലിയ പരാതിയൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് ഇപ്പോൾ കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഫിറ്റ്നസ് പരിശോധന നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് നടത്തിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം ഇത്രയും ശോച്യാവസ്ഥയിൽ ഇത്രയും ദ്രവിച്ചിരിക്കുന്നതും ആ കെട്ടിടത്തിന് പുറമെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല കാലം പഴക്കമുള്ള ഒരു കെട്ടിടം 15 വർഷത്തിന് മുകളിലായി ആ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഫിറ്റ്നസ് ഇതിന് നൽകിയെന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ആ കാര്യം കൃത്യമായി അറിയിക്കാത്തതാണെന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഞാൻ അന്വേഷിക്കുകയും ആ കൗൺസിലറൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് അവരെ അതുവരെയും ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു വീഴ്ച വരെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ അങ്ങ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിൽ തന്നെ ആ ഒരു ലീഫിന്റെ ഭാഗം തട്ടിയത് കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം. ഇല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് പോലും അതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് അവിടെയുള്ള ജീവനക്കാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരും കാണുന്നതെന്നാണ് പറയുന്നത്. കൗൺസിലർ ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ്. അതായത്
ഇതിന് സംബന്ധിച്ച് നടപടിയെടുക്കും, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. താത്കാലികമായി അതിന് തുറന്ന് പ്രവർത്തിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദിവ്യ.